نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പോരിശയും ഫദലുകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ മനസ്സിലാക്കിയതിനനുസരിച്ചുകൊണ്ട് തന്നെ പരമാവധി നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരിശ്രമിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഈ ദിവസങ്ങളുടെ പോരിശ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ചരിത്രത്തിലെ ഈ ദിവസങ്ങൾ എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങൾക്ക് ഒരുപാട് ഫദിലുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതിൽ ചെയ്യേണ്ടതായ പുണ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതോടുകൂടെ ഈ ദിവസങ്ങളിൽ അവതരിക്കപ്പെട്ട സൂറത്തുണ്ട്, ആയത്തുണ്ട്, പ്രത്യേകമായ ചില നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ. അതിൽ ഏറെ സുപ്രധാനമായ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൻ നസ്ർ. അത് അവതരിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ഈ തുടക്കത്തിലായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ഉൻസിലത് ഹാദിഹി സൂറ, ഈ ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്,
എന്ന് തുടങ്ങുന്ന സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഔസത്ത് അയ്യാമുത്ത ശരീഖ്, അയ്യാമുത്ത ശരീഖിന്റെ മധ്യത്തിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി കൊണ്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഉമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ആകെ ഒരേ ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത്, ഒറ്റ ഹജ്ജ് മാത്രം. എന്നാൽ ആ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ആ ഹജ്ജിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതും ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ആ ഒരു പ്രഖ്യാപനത്തിന് ചരിത്രത്തിൽ നൽകപ്പെട്ട പേര് ഖുതുബത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഹജ്ജത്തുൽ വദാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച വിടവാങ്ങൽ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതാണ് ഖുതുബത്തുൽ വദാ. ആ ഒരു പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഒട്ടേറെ വസിയ്യത്തുകൾ ഓരോ വിശ്വാസികളും ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടതായ വസിയ്യത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായി എന്നതുപോലും അറിയിക്കുന്നതായിരുന്നു അതിലുള്ള ഓരോന്നും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണെങ്കിലും ശരി, പിന്നീട് അങ്ങോട്ട് സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണെങ്കിലും ശരി. നേരത്തെ ഓതിവെച്ച സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന സൂറത്തിന് സൂറത്തു തൗദീഅ് എന്ന ഒരു പേര് കൂടിയുണ്ട്. അത്തൗദീഅ് എന്ന് പറഞ്ഞാൽ ആ വിടവാങ്ങലിനെ അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതാണ് ആ സൂറത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി വർഷങ്ങൾക്ക് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ സദസ്സിൽ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാരാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അഥവാ പ്രായം ചെന്ന മുതിർന്നവരായ തലനിരച്ച സ്വഹാബിമാർ. അങ്ങനെ വലിയ സ്വഹാബത്തിന്റെ ഇടയിൽ ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സ്വാഭാവികമായിട്ടും മുതിർന്ന ആളുകൾക്കൊക്കെ ഒരു മുഷിപ്പ്, ഞങ്ങൾ വലിയ ആളുകൾക്കിടയിൽ ഈ ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ എന്നുള്ള നിലക്ക് പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ അവിടെ ഇരിക്കണം. ആ ഒരു ചർച്ച നടന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവർക്ക് ബോധ്യപ്പെടുത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണെന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് ചൊല്ലി, ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന സൂറത്ത് ചൊല്ലി. എന്നിട്ട് ചോദിച്ചു, ഈ സൂറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ഇതെന്താണ് അറിയിക്കുന്നത്? അപ്പൊ ഓരോരുത്തരും പറഞ്ഞു, ഈ ഒരു സൂറത്തിന്റെ ആശയം പറഞ്ഞു. ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ വിജയവും ഒക്കെ വന്നു കഴിഞ്ഞാൽ, ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തത് കണ്ടാൽ, പ്രവാചകരെ നിങ്ങൾ ധാരാളമായിട്ട് അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും ഒക്കെ ആയിട്ട് നീങ്ങണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു സൂറത്ത്, ഇതിന്റെ അവതരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയാനായി എന്നതല്ലാതെ മറ്റൊന്നുമല്ല അറിയിക്കുന്നത്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം കഴിഞ്ഞു. എല്ലാവർക്കും ദീനിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പൂർണ്ണത അവിടെ നിർവഹിക്കപ്പെട്ടു. എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങി. ഓരോ ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇനി കൂടുതൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട പറച്ചിലാണ്. ഇത് കേട്ടതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവാണ് സത്യം, ഇതല്ലാതെ മറ്റൊന്നും ഞാനും മനസ്സിലാക്കുന്നില്ല. അതോടുകൂടി അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അറിവ് എത്രത്തോളം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്താനുള്ള കാരണം, ഈ സൂറത്ത് അവതരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട പറച്ചിലിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ വസിയ്യത്തുകൾ നിർവഹിക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രസംഗം നടത്തുക. 1,00,000-ൽ ചില്ലാനം സഹാബിമാരുണ്ട്. ഇന്നത്തെ സൗകര്യങ്ങളില്ല. 1,00,000-ഓളം വരുന്ന സഹാബത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ, ചില വസിയ്യത്തുകൾ, ലോകത്ത് ഒരൊറ്റ നേതാവും നടത്താത്ത രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അതിൽ ഒന്നാമത്തെ വസിയ്യത്ത്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒന്നാമത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങളിൽ കാണുവാൻ സാധിക്കും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. ജനങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ എല്ലാവരുടെയും വാപ്പ ഒന്നാണ്. ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ നേതാവും നടത്താത്ത പ്രഖ്യാപനം. നിങ്ങളെല്ലാവരും ഒരു രക്ഷിതാവിന്റെ അടിമകളാണ്. എല്ലാവരുടെയും രക്ഷിതാവ് ഒന്നാണ്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാവരുടെയും രക്ഷിതാവ് ഒന്നാണ്. ഈ ലോകത്തുള്ള സൃഷ്ടാവ് ഒന്നാണ്. ഈ ലോകം സംവിധാനിച്ചത് ഒരേ ഒരു റബ്ബാണ്. ഈ ലോകം നിയന്ത്രിക്കുന്നത് ഒരേ ഒരു നാഥനാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ അറിയിക്കുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഖൽഖ്, മുൽക്ക്, തദ്ബീർ, ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സൃഷ്ടിപ്പും അതേപോലെ തന്നെ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഉൾപ്പെടുത്തുന്നവൻ. മറ്റേതൊരു മതവിഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കി, അവർക്ക് പറയാനുള്ളത് ഒരു പക്ഷേ ആ പ്രദേശത്ത് മാത്രം പരിചയമുള്ള ഒരു ദൈവത്തെയായിരിക്കും. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം പരിചയമുള്ളത്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മാത്രം പരിചയമുള്ളത്, അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾക്ക് മാത്രം പരിചയമുള്ളത്. ഒരു പക്ഷേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ദൈവത്തെ അമേരിക്കയിലോ ജർമ്മനിയിലോ ആഫ്രിക്കയിലോ സുഡാനിലോ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്കാർക്കും അറിയണമെന്നില്ല. എന്നാൽ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള റബ്ബ് എന്ന് പറഞ്ഞാൽ ഏത് അമേരിക്കയിൽ പോയാലും, ഏത് സുഡാനിൽ പോയാലും, ഏത് ചൈനയിൽ പോയാലും, ഏത് നാട്ടിൽ പോയാലും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട് സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത്. ജനങ്ങളെ വിളിച്ചുകൊണ്ട്, അവിടെ ഏതെങ്കിലും മതത്തിൽ മാത്രം അതിൽ ഉൾപ്പെട്ട ആളുകൾ എന്നല്ല, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും. നിങ്ങളെയും നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെയും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെയും സൃഷ്ടിച്ചവർ, അവരെ എല്ലാം സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അഥവാ നിങ്ങളെയും നിങ്ങളുടെ വാപ്പാനെയും വാപ്പാന്റെ വാപ്പാനെയും അങ്ങനെ ആരെക്കൊണ്ടോ അവരെല്ലാം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവരെയൊക്കെ സൃഷ്ടിച്ച റബ്ബിനെയാണ് ആരാധിക്കുന്നത്. ഒരിക്കലും ഒരു വർഗീയത ഇല്ലാത്ത വിശ്വാസമാണ് ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം അതാണ്, വർഗീയത ഇല്ലാത്തതാണ്. ഒരു നാട്ടിലുള്ള ഒരു ദൈവം മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ അത് വർഗീയവൽക്കരിക്കപ്പെട്ടു. ഇന്ന ഒരു വിഭാഗത്തിന്റെ ദൈവം. എന്നാൽ ഇസ്ലാം പറഞ്ഞത് അങ്ങനെയാണോ? ഇസ്ലാം പറഞ്ഞത് അങ്ങനെയല്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയും ലളിതമായിട്ട് പറയാനുള്ള കാരണം, ഒരു പക്ഷേ സോഷ്യൽ മീഡിയകളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള സംസാരങ്ങളിലാവട്ടെ, പലപ്പോഴും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഇസ്ലാം എന്താ ഇത്ര വർഗീയമായിക്കൊണ്ട് ചിന്തിക്കുന്നത്, ഇസ്ലാം ഒരു പാർശ്വവൽക്കരിച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോടാ പറയുന്നത്, നിങ്ങളൊക്കെ സൃഷ്ടിച്ചതാരാണോ, നിങ്ങളുടെ വാപ്പാന്റെ വാപ്പാനൊക്കെ സൃഷ്ടിച്ചതാരാ, അതാരാണോ അവനെ നിങ്ങൾ ആരാധിച്ചോ. അത് റബ്ബാണ്. ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അബാക്കും വാഹിദ്, എല്ലാവരുടെയും വാപ്പ അത് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ് നമ്മൾ. എന്നാൽ എല്ലാവർക്കും ഒരേ സ്ഥാനമാണോ ഉള്ളത്? അല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ എല്ലാ മക്കൾക്കും ഒരേ സ്ഥാനമല്ല ഉള്ളത്. മറിച്ച് ആ സ്ഥാനത്തിന്റെ കയറ്റിറക്കങ്ങൾ എന്താണ് എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരിക്കലും അറബിക്ക് അജമിയേക്കാൾ അഥവാ അനറബിയേക്കാൾ ഒരു സ്ഥാനമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ, ഒരു അനറബിക്ക് അറബിയേക്കാളും സ്ഥാനമില്ല. വലാ അഹ്മറ അലാ അസ്വദ് വലാ അസ്വദ അലാ അഹ്മർ, കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വ,
തഖ്വ കൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നോക്ക്. ഒരാൾക്കും ഒരു പരിഗണനയില്ല അള്ളാന്റെ അടുക്കൽ. ആദമിന്റെ മക്കളാണ് എല്ലാവരും. പക്ഷേ അള്ളാന്റെ അടുക്കൽ പരിഗണന, അവൻ ഇന്ന തറവാട്ടിലാണ്, അവൻ അറബിയാണ്, അവൻ ഇന്ന ഭാഷക്കാരനാണ്, അവൻ ഇന്ന ദേശക്കാരനാണ്, അവൻ ഇന്ന കുടുംബത്തിലാണ്, അവൻ ഇന്ന ആളാണ്. ഒന്നുമില്ല. അവന്റെ നിറം പോലും നോക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിറം പോലും നോക്കുന്നില്ല. ഇല്ലാ ബിത്തഖ്വ. തഖ്വ കൊണ്ടാണ് അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണന ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കറുത്ത നിറമുള്ള ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. എന്നാൽ വെളുത്ത നിറമുണ്ടായിരുന്ന, നല്ല സൗന്ദര്യം ഉണ്ടായിരുന്ന, പേരിൽ തന്നെ അബൂ ലഹബ്, ജ്വാലയുള്ളവൻ, പ്രകാശമുള്ളവൻ എന്ന് പറഞ്ഞ വ്യക്തി, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അയാളെ പറഞ്ഞത് എന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. സൗന്ദര്യമുള്ള അബൂ ലഹബ് നശിക്കപ്പെട്ടവനായിട്ടാ പറഞ്ഞത്. എന്നാൽ സൗന്ദര്യം കുറവുണ്ടായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഒന്നാമത്തെ മുഅദ്ദിനാണ്, ഒന്നാമത്തെ ബാങ്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന്റെ ഉച്ചാരണങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഒന്നാമതായി ബാങ്ക് വിളിക്കാനുള്ള തൗഫീഖ് നൽകിയാണ്. വലിയ സ്ഥാനമായിരുന്നു ഇസ്ലാമിൽ. നിറം നോക്കിയിട്ടല്ല, സ്ഥാനം നോക്കിയിട്ടല്ല. വലിയ സമ്പന്നനായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു അബൂ ജഹലിന്. അബൂ ജഹൽ ഒരു പക്ഷേ മക്കയുടെ പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അവിടുത്തെ പ്രഥമ പൗരൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ആളാണ് അബൂ ജഹൽ. അത്രയും സ്ഥാനം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സാമ്പത്തികമായും തറവാടിത്തത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും ഉന്നതിയിലായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണമേ. അതിലൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മറ്റേ രണ്ടാമത്തെ ഉമർ ആരാ? അംർ ഇബ്നു ഹിഷാം എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂ ജഹലായിരുന്നു. ഈ അബൂ ജഹൽ ഇസ്ലാമിലേക്ക് വരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയും വലിയ സ്ഥാനം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അബൂ ജഹലിന് ഇസ്ലാമിൽ ഒരു പരിഗണനയില്ല. സമ്പന്നനായിരുന്ന അബൂ ജഹലിന് ഒരു സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കലില്ല. എന്നാൽ അടിമയായിരുന്ന അമ്മാർ ഇബ്നു യാസിർ, ബാപ്പ അടിമ, യാസിർ അടിമയാണ്, ഉമ്മയായ സുമയ്യ അടിമയാണ്, ആ രണ്ടുപേരുടെയും മകനായ അമ്മാറും അടിമയാണ്. കുടുംബപരമായിട്ട് അടിമകൾ. പക്ഷേ അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക പദവികൾ നൽകി. അവിടെ പരിഗണന ഇല്ലാ ബിത്തഖ്വ. തഖ്വ കൊണ്ടല്ല അതൊരു പരിഗണനയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുമ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കണം. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ കുറച്ച് ഉഷാറാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് നിറത്തിന്റെ പേരിൽ എത്രയെത്ര ആളുകളാണ് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ കളിക്കാരാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത്ലറ്റുകളാവാം. അവരൊക്കെ നിറത്തിന്റെ പേരിൽ കൂക്കി വിളിക. ആഫ്രിക്കയിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ, നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസിയോട് പറയാണ്, നിങ്ങളുടെ നിറം നോക്കിയിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരിഗണന നൽകുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നവരാരാണ്. അതാണ്. അവിടെ സ്ഥാനമൊന്നുമില്ല, അവിടെ ഏത് മഹല്ലിലാന്നില്ല, ഏത് സംഘടനയിലാന്നില്ല. അല്ലാഹുവിൽ തഖ്വയുള്ള ആളാണോ, അതാണോ. അവിടെ നമ്മൾ സ്വയം പരിശോധിക്കണം. ഈ പറയപ്പെട്ട വാചകം നമ്മൾ നോക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ആള്, ആ ജോലിക്ക് വരുന്ന പുറംപണിക്ക് വരുന്ന ആളായിരിക്കും. അയാൾ ഏതോ ഒരു നാട്ടുകാരനാണ്. അയാൾക്ക് നമ്മളൊരു ലേബൽ കൊടുക്കുന്നുണ്ട്, ആ നാട്ടുകാരനെ അടുപ്പിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ അവരിൽ പല ആളുകൾക്കും പോരായ്മകൾ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ഒരു മനുഷ്യൻ എന്ന പരിഗണന അത് കൊടുക്കണ്ടേ? അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇസ്ലാമിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള പ്രഖ്യാപനം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽപ്പെട്ടതാണ് പരസ്പരം രക്തവും സമ്പത്തും അഭിമാനവും സുരക്ഷിതമാക്കുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും
കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. ഏതുപോലെ കഹുറുമതി യൗമിക്കും ഹാദാ, ഈ ഒരു ദിവസത്തിനുള്ള പരിഗണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നടത്തുന്നത് അറഫാ ദിനത്തിലാണ്. ദുൽഹിജ്ജ 9 അറഫാ ദിനത്തിന്റെ പ്രത്യേകതയാണ്. ആ അറഫാ ദിനത്തിനേക്കാളും സ്ഥാനം ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിനുണ്ട്, ഒരു മുസ്ലിമിന്റെ സമ്പത്തിനുണ്ട്, ഒരു മുസ്ലിമിന്റെ രക്തത്തിനുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാം. ഫീ ശഹരിക്കും ഹാദാ, ഈ ദുൽഹിജ്ജ മാസത്തിനേക്കാൾ വലിയ സ്ഥാനം. ഫീ ബലദിക്കും ഹാദാ, മക്ക രാജ്യത്തിനേക്കാളും വലിയ സ്ഥാനം വിശ്വാസികൾ തമ്മിലുള്ള അഭിമാനത്തിനുണ്ട്, അവരുടെ രക്തത്തിനുണ്ട്, അവരുടെ സമ്പത്തിനുണ്ട്. എത്ര ഗൗരവമുണ്ട് ഇതിന്. അവിടെയാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അഭിമാനത്തിനെ ക്ഷതപ്പെടുത്തുന്ന ആളാവൂല, അത് പരിഗണിക്കുന്ന ആളായിരിക്കും. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ റദ്ദ അൻ അർളി അഖീ റദ്ദല്ലാഹു അൻ വജ്ഹി നാര യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരാളുടെ അഭിമാനം അത് സംരക്ഷിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ സംരക്ഷിച്ചത് അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തെ തൊട്ട് സംരക്ഷിക്കും. ചില ആളുകൾ മറ്റൊരാളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അത് നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ കൂടെ കൂടിയാകല്ല വേണ്ടത്. ഒരാളുടെ അഭിമാനം നശിപ്പിക്കുന്ന രൂപത്തിൽ ആക്ഷേപങ്ങളുമായിട്ട് കടന്നു വരികയാണെങ്കിൽ നമ്മൾ പറയണം, നിങ്ങൾ തൽക്കാലം ഒന്നും ഉണ്ടാക്കി നമുക്കൊന്ന് അന്വേഷിക്കാം, കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടെന്താ കാര്യം, വെറുതെ അയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടെന്താ കാര്യം. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് അറിയാൻ നോക്കാം. ഇതൊന്നുമില്ല, ആരും അതൊന്നും നോക്കുന്നില്ല. ഒരാളെ കിട്ടിയ ഒരു അവസരം എന്താണോ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ കിട്ടും. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് എത്ര വലിയ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതെന്ന് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സാഹിർ എന്ന് പറയുന്ന ഒരു വ്യക്തി. സാഹിർ, അദ്ദേഹം ഒരു ഗ്രാമീണനായ ഒരു അറബിയാണ്. അദ്ദേഹം ചിലപ്പോഴൊക്കെ തന്റെ നാട്ടിലുള്ള പഴവർഗ്ഗങ്ങളും മറ്റൊക്കെ കിട്ടിയാൽ അതുമായിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സമ്മാനമായിട്ട് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുറച്ച് സമയമൊക്കെ കഴിച്ചു കൂട്ടും. പിന്നീട് അദ്ദേഹം തിരിച്ച് തന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില സമ്മാനങ്ങളൊക്കെ അദ്ദേഹത്തിനും കൊടുക്കും. നല്ല സ്നേഹത്തോടു കൂടി രണ്ടാളും പോകും. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ സാഹിർ അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പിന്നിലൂടെ ചെന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തെ തന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ വലയം ചെയ്തു. തന്റെ പിന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയാത്ത സാഹിർ പറഞ്ഞു, അർസിൽനി മൻ ഹാദാ, ഇതാരാ, എന്നെ വിടൂ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോ സാഹിർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, ആരാണ് തന്നെ കെട്ടിപ്പിടിച്ചിട്ടുള്ളത്. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ സാഹിർ ആ വാക്ക് അവിടെ നിർത്തിയെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ഒരു കുട്ടി നിൽക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കരങ്ങളിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, ഈ അടിമൻ ആർക്കാ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാം, ഇവരാർക്കെങ്കിലും വേണോ എന്നാ ചോദ്യം. ഉടനെ അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ് ഇദൻ വല്ലാഹ് തജിദുനി കാസില. അള്ളാന്റെ റസൂലെ, നിങ്ങൾ അങ്ങനെ എന്നെ വിൽക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഒരു വില എനിക്കുണ്ടാവില്ല, എനിക്കെന്ത് വിലയുള്ളത്? അദ്ദേഹം നിരാശയോടുകൂടി പറയുന്നൊരു വാക്കാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, ലാകിൻ ഇൻദല്ലാഹി ലസ്ത ബികാസിഫ്. നിങ്ങൾ കേട്ടോ, അള്ളാന്റെ അടുക്കൽ നിങ്ങൾ ഒരിക്കലും വിലയില്ലാത്തവനല്ല. അൻത ഖാലി, അൻത ഖാലി, നിങ്ങൾ അള്ളാന്റെ അടുക്കൽ ഉയർന്ന വിലയുള്ള ആളാണ്. നമ്മൾ നോക്ക്, ഒരാളുടെ അയാൾ സ്വന്തത്തിൽ ഇന്നെ കൊണ്ട് ഒന്നും പറ്റൂല എന്ന് പറയുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് നിർത്തിയിട്ട് പറയും, നിങ്ങൾ കൊണ്ട് പറ്റും, നിങ്ങൾക്ക് കഴിവുണ്ട്. ആരെങ്കിലും ആക്ഷേപം പറയുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കല്ല, ആ ആക്ഷേപം പറയുന്നവന്റെ കൂടെ നിൽക്കല്ല. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് എത്രത്തോളം വലിയ സ്ഥാനം ഉണ്ട് എന്ന് പറയുന്നു.
അവിടെയാണ് പ്രിയപ്പെട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ട് എന്തെല്ലാം വാക്കുകളാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസം ഒരിക്കലും പറയില്ല. ഖേദകരമെന്ന് പറയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പലരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ചെളിവാരിയെറിയലുകളും അങ്ങോട്ട് നടത്തിക്കൊണ്ടേയിരിക്കണം. ഒരു മുസ്ലിമാണെന്നുള്ള ചിന്ത പോലും. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് അതൊന്നും പ്രശ്നമാവൂല. ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നിയമങ്ങൾ ഉണ്ടാവണമെന്നില്ല, അവർക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഒരു മുസ്ലിം അത്തരത്തിലുള്ള പദങ്ങൾ പറയാൻ പറ്റും, അങ്ങനത്തെ വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റും, അങ്ങനത്തെ മെസ്സേജുകൾ അയക്കാൻ പറ്റും. ചിന്തിക്കുന്നില്ല പലരും. എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നു. അവിടെ ഒരു മുസ്ലിമിന്റെ അഭിമാനം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ വിഷയം കൂടി ശ്രദ്ധിക്കണം. കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തവനാണ് മുസ്ലിം. നമ്മുടെ ഭാര്യയുടെ വിഷയത്തിലുണ്ട്, നമ്മുടെ മകളുടെ വിഷയത്തിലുണ്ട്, നമ്മളുടെ മകന്റെ വിഷയത്തിലുണ്ട്. അവിടെയൊക്കെ ആ സംരക്ഷണം ഏറ്റെടുക്കണം. എത്രത്തോളം എന്നാൽ മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം ഒരിക്കൽ സ്വഹാബത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഞാനെങ്ങാനും എന്റെ ഭാര്യന്റെ കൂടെ വേറൊരാൾ കണ്ടാൽ, അയാൾ എന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടാൽ ഞാൻ വേറെ ഒന്നും നോക്കൂല, അദ്ദേഹത്തിനൊരു മാപ്പും കൊടുക്കൂല, അയാളെ ഞാൻ വിട്ടു. വളരെ ഗൗരവത്തിൽ ഈർഷ്യതയോടുകൂടി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വാചകം പറഞ്ഞു. ആളുകൾക്കിടയിൽ ചർച്ചയായി. കാരണം ഒരാളെ വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ ഗൗരവമുള്ള വിഷയമാണല്ലോ. ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അച്ചഅജബൂന മിൻ ഗീറത്തി സഅദ്, നിങ്ങൾ സഅദിന്റെ ഗീറത്ത്, അദ്ദേഹത്തിന്റെ ഈർഷ്യതയുടെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടണോ? എന്നാൽ സഅദിനേക്കാൾ ഈ വിഷയത്തിൽ ഈർഷ്യത എനിക്കുണ്ട്, എന്നേക്കാൾ ഈർഷ്യത റബ്ബിനുണ്ട്. കാരണം ഫവാഹിഷുകൾക്ക് അല്ലാഹു കൂട്ടുനിൽക്കൂല, ഹറാമായ കാര്യങ്ങൾക്ക് അല്ലാഹു കൂട്ടുനിൽക്കൂല. തോന്നിവാസങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ഹറാമാക്കിയതിന്റെ വിഷയത്തിൽ ഒരിക്കലും അല്ലാഹു സപ്പോർട്ട് ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. ചില ഹദീസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്നത്തെ തലമുറ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നാളെ പരലോകത്ത് നോക്കാത്ത, അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടാത്ത, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരടയാളവും ലഭിക്കാത്ത ഒരു വിഭാഗം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി അദ്ദയൂസ്. ദയൂസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? തന്റെ കുടുംബത്തിനെ ഹറാമിന് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കുടുംബം ഹറാമ് ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതെക്കണം, ഒരു പ്രശ്നം ഒരുക്കുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ വാചകം പറയുമ്പോഴാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ ഭൂരിഭാഗവും യൂട്യൂബും മറ്റുമൊക്കെ തുടങ്ങുന്നത് പലപ്പോഴും സഹോദരിമാരാണ്. ഭർത്താക്കന്മാർ പരിപൂർണ്ണ സപ്പോർട്ടായി എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. എത്രയെത്ര വാർത്തകൾ നമ്മൾ കേട്ടു. അങ്ങനെ തുടങ്ങുന്ന പലതും പല അഭീതങ്ങളിലേക്കും പോയി പിന്നെ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് കേൾക്കുമ്പോഴൊക്കെ അപ്പൊ വിമർശനങ്ങളുണ്ടാകും. ഇവർക്കൊന്നും ഇനിയും കാറ്റില്ല, ഇവർക്കൊന്നും ഇനി മാറാനായില്ല, ഈ രോഗം ഇങ്ങനെയൊക്കെ മാറിയിട്ട് ഒരു പെണ്ണൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേക്ക് എന്താ പത്ര പ്രശ്നം? പ്രിയപ്പെട്ടവരെ, ഒരാള് യൂട്യൂബ് ചാനൽ തുടങ്ങരുത് എന്നല്ല പറഞ്ഞു. പക്ഷെ അവിടെ ഒരു പെണ്ണ് അവളുടെ ശരീരം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവളെ നിർത്തിക്കൊണ്ട് അവൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യത്തിലേ എല്ലാ ആളുകളും ഒരുപോലെയല്ല കാണും. ഓരോരുത്തരും അവരവരുടേതായ ചിന്താഗതികളിലൂടെ കാണും. അവിടെ ഒരു വിശ്വാസി എന്നുള്ളത് എന്റെ ഭാര്യ മറ്റുള്ളവന്റെ കാമങ്ങളുടെ നോട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, എന്റെ മകൾ അതിനുള്ളതല്ല. ആ ബോധ്യം നമുക്കുണ്ടാകും. അവിടെയാണ് ഇസ്ലാം പറഞ്ഞ ഓരോ നിയമങ്ങളും പരിശോധിച്ചുള്ളൂ. സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞ ഓരോ മേഖലകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വീട്ടില് ഒറ്റക്ക് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ കയറുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു പെണ്ണൊറ്റക്കുള്ള ഒരു വീട്ടിൽ നിങ്ങൾ കയറി പോകുന്നതിന് ശ്രദ്ധിക്കണം. സഹാബത്ത് ചോദിക്കാണ്, അവൽ ഹമു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ അത് ഹമു ആണെങ്കിലോ? ഹമു എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ അവരുടെ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽ ഹമു അൽ മൗത്ത്. അങ്ങനെ ഒരാൾ കയറി പോകുന്നുണ്ടെങ്കിൽ അത് മരണത്തിന് തുല്യമാണ്, അത് മരണത്തിന് തുല്യമാണ്. കാരണം വേറെ പുറത്തുനിന്നുള്ള ഒരാളാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതെങ്കിൽ അയൽവാസികൾ തെറ്റിദ്ധരിക്കും. ചില ബൈക്കുകൾ നിർത്തുന്നത് കാണുമ്പോൾ അയൽവാസികൾ അന്വേഷിക്കും, ആരുടേതാ ബൈക്ക്? ഒരാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. അയൽവാസികൾ സംഘടിക്കും, ചോദ്യം ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാകും.
എന്നാൽ ആ പോകുന്നത് ഭർത്താവിന്റെ കുടുംബക്കാരനാണെങ്കിലോ എല്ലാത്തിലും സപ്പോർട്ടാണ്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത് അങ്ങനെ ഒരു പെണ്ണൊറ്റക്ക് നിൽക്കുന്നതിനെ, അങ്ങനെ ഒരു പെണ്ണൊറ്റക്ക് നിൽക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ കയറിപ്പോകുന്നത് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഓരോ വാക്കുകളും ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. പലരും മനസ്സിലാക്കുന്നില്ല. എന്തപ്പോ ഞാൻ എന്റെ റൂമില് എന്റെ മൊബൈൽ എടുത്തുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ചോദ്യം. സത്യത്തിൽ ഒരാളൊരു വീഡിയോ എടുത്തു, അയാളുടെ റൂമിൽ അയാൾ ഒറ്റക്കായിരിക്കാം, പക്ഷെ അയാൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ഇതിലുള്ള എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയുന്നത്, 1,00,000 ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സദസ്സിന്റെ മുന്നിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ശരിക്കും നമ്മുടെ റൂമിന്റെ ഉള്ളിൽ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ റൂം ക്ലോസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താലും ഉണ്ടാകും. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റാറ്റസുകളുടെ കാര്യത്തിൽ, നമ്മുടെ ഫോട്ടോയുടെ വിഷയത്തിൽ, ഒരു പക്ഷേ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമ്മുടെ ഭാര്യയുണ്ടോ പരിശോധിക്കണം, നമ്മുടെ മുതിർന്ന പെൺകുട്ടികളുണ്ടോ പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളൊക്കെ നല്ലവരായിരിക്കാം, എന്നാൽ ഈ സമൂഹം അങ്ങനെയാവണമെന്നില്ല. എല്ലാവരും ആ ഒരു ചിന്തയോടുകൂടി കാണണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അഭിമാനബോധമുള്ള ആളായിരിക്കണം ഒരു വിശ്വാസി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു സ്വകാര്യതയുടെ കാര്യം പോലും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി നിങ്ങളുടെ റൂമിലേക്ക് ചെന്ന് നിങ്ങൾ വിരിപ്പൊക്കെ താഴ്ത്തി നിങ്ങളുടെ റൂമിലെ വാതിലൊക്കെ അടച്ചു, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയാറുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം നോക്ക്. ആദ്യം പുരുഷന്മാരുടെ ഭാഗത്താ ചോദിച്ചത്, ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്നു. അവിടെ നിന്നിട്ട് ചോദിക്കുക സ്ത്രീകളോട്, നിങ്ങളുടെ ഭാഗത്തുണ്ടോ ആരെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ടോ? ആ സമയത്ത് ഒരു സ്ത്രീ എഴുന്നേറ്റു. ഹദീസിൽ കാണാൻ പറ്റും, അവളിങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ ഇരിക്കുന്ന പല സ്ത്രീകളുണ്ട്, ഇതിലെ പല പുരുഷന്മാരുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോ പ്രവാചകന്റെ മുഖം ചുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരാളെ ഉദാഹരിച്ചു തരാം. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോ ഒരു പുരുഷനായിട്ടുള്ള ശൈത്താൻ വരുന്നു, കുറച്ചു കഴിഞ്ഞൊരു സ്ത്രീയായിട്ടുള്ള ശൈത്താനും വരും. ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് യാതൊരു ലജ്ജയുമില്ലാതെ അവർ തമ്മിൽ ബന്ധപ്പെടുന്നത് പോലെയാണ്. തന്റെ വീട്ടില് എല്ലാ മറയും സ്വീകരിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യം മറ്റൊരാളോട് പറയായിരുന്നു. എത്ര ഗൗരവമാണ്! ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് ശരിക്കത്. ചില ആളുകളൊക്കെ അതൊരു തമാശയായിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചോദിച്ചപ്പോ പറഞ്ഞതാണ് എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടതാണ് നമ്മുടെ ഭാര്യമാർ. ഉത്തരവാദിത്തമുണ്ട് അവരോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ കാര്യത്തിൽ എടുത്തു പറഞ്ഞു. അറഫ പ്രസംഗത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ ഞാനിതാ നിങ്ങളെ വസിയ്യത്ത് നൽകുന്നു, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിച്ചോ. ഭാര്യമാരുടെ കാര്യത്തിലാ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാന്റെ പേര് പറഞ്ഞിട്ടാ നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത്, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാ സ്വീകരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. എത്ര വലിയ ഗൗരവമുണ്ട്! എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്റെ തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിൽക്കണം. ഭാര്യന്റെ വിഷമങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരില്ല. അവൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു സാവകാശം പോലും കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. അള്ളാന്റെ പേര് പറഞ്ഞിട്ടില്ലേ സ്വീകരിച്ചത്? ബിസ്മില്ലാ എന്ന് ആ വാചകം, ആ കരാറ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. എത്രയോ തവണ ഈ മിമ്പറിൽ വെച്ച് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മീസാഖൻ ഗലീദ, ഏറ്റവും ശക്തമായ കരാർ എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്. അത് നമുക്കെന്തും പറയാനുള്ള ലൈസൻസ് അല്ല, നമുക്കെന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല, എങ്ങനെയും ഉപദ്രവിക്കാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെ ഒരു ലൈസൻസ് അല്ലാഹു തന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറും.
അവിടെയാണ് ഉത്തമനാവേണ്ടത്. ഭാര്യന്റെ മുന്നിലാണ്, നാട്ടുകാരുടെ മുന്നിലല്ല. ചില ആളുകളുണ്ട് നാട്ടുകാരുടെ മുന്നിൽ അയാളെ കുറിച്ച് നല്ല അഭിപ്രായം, ഏറ്റവും നല്ലൊരു മനുഷ്യൻ. പക്ഷേ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നാലോ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതേ കാര്യത്തിൽ ഇതേ വാചകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾ വരുത്താൻ പാടില്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയറ്റാൻ പാടില്ല. ഭർത്താവിന് ഒരാളോട് വെറുപ്പുണ്ട്, ഈ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അയാളെ വീട്ടിലേക്ക് അയക്കാം. ഒരു പക്ഷേ കുടുംബക്കാരൻ തന്നെയായിരിക്കാം, പക്ഷെ പാടില്ല. ഇസ്ലാം ഗൗരവത്തോടു കൂടി പറഞ്ഞു. അവിടെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. റംല ബീവി എന്ന അവരുടെ പേര്, റംല ബിൻത് അബീ സുഫിയാൻ. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിനോട് അങ്ങേയറ്റം വിരോധം വെച്ചിരുന്ന ആളായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം മുശ്രിക്കായി നിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും, അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കയറി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാൻ നിന്നതും മകളായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിക്ക് ഒരു മിനിറ്റ്, നിങ്ങൾ കാത്തിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ആ പുതപ്പണ്ട് മാറ്റി, ആ വിരിപ്പണ്ട് മാറ്റി, അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിരുന്നു. വാപ്പയായ അബൂ സുഫിയാൻ അത്ഭുതപ്പെട്ടു. അബൂ സുഫിയാൻ പറയും, മോളെ ഞാൻ നിന്റെ വാപ്പയല്ലേ, ഞാൻ ഇരിക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ എന്റെ വാപ്പ തന്നെയാണ്, പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പാണ്, അവിടെ ഒരു മുശ്രിക്ക് ഇരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന പരിഗണന, ഒരു ഭർത്താവ് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ വരുമ്പോ കാണിക്കേണ്ട മര്യാദകളാ പറയുന്നത്. അവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവിടെ പരിഗണനകളുണ്ട്, എവിടെ നിർത്തണം. പല ആളുകൾക്കും അറിയൂല. എപ്പോഴും പല ആളുകളും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ കയറ്റാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ഓരവിടെയും നിർത്താൻ പാടും. ഒരു പക്ഷേ ഓഫീസ് റൂമിലേക്ക് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും, എങ്കിൽ അവിടെ നിർത്തണം. ഒന്നുകൂടി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക ആ ഡൈനിങ് ഹാളിന്റെ ഭാഗത്ത് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഇരിപ്പിടത്തിൽ മാത്രം, അതിനപ്പുറത്തേക്ക് കൊണ്ടാൻ പാടില്ല. ചില ആളുകൾ റൂമിലേക്ക് കൊണ്ടുപോയിരുത്തുന്നു. ഒരു പക്ഷേ ഭാര്യയെ കൂടുതൽ പരിചയപ്പെടുത്തുന്നു, ഭാര്യ നിൽക്കുന്ന കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ടോ ഇയാൾ പിന്നീടില്ലാത്ത സമയങ്ങളിൽ ഈ പറയപ്പെട്ട സുഹൃത്ത് പിന്നീട് വീട്ടിൽ കയറി ഇറങ്ങുന്ന ഒരവസ്ഥ, അവിഹിതങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഇസ്ലാം എന്താ പറഞ്ഞു? ആ പറഞ്ഞതിൽ നിൽക്കും. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഒരു പക്ഷേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച പദങ്ങളാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഓരോ ഉപദേശങ്ങളും അത് ഏറെ ഗൗരവത്തോടു കൂടി കാണുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരു ജൂതനായ ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കി. അതിലെ ഒരു ആയത്ത് ഞാൻ വായിച്ചപ്പോൾ അത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ, അഥവാ ജൂതന്മാർക്കാണ് അങ്ങനെ ഒരു ആയത്ത് അവതരിച്ചിരുന്നതെങ്കിൽ, ഞങ്ങൾ ആ ദിവസത്തെ ഞങ്ങളുടെ ആഘോഷ ദിവസമായി കാണുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, ഏതായത്ത് നിങ്ങൾ പറയും? അപ്പൊ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് ആ ജൂതനായ മനുഷ്യൻ ചൊല്ലിക്കൊടുത്തു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം വൽ മകാൻ അല്ലദീ നസലത് ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓതിയ ഈ ആയത്തുണ്ടല്ലോ, ഇത് എന്നാണ് അവതരിച്ചത് എന്നും എവിടെ വെച്ചാണ് അവതരിച്ചത് എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ആയത്ത് ഓതിയത്.
ഈ ആയത്തിന് പ്രത്യേകത ഉണ്ട്. ഇസ്ലാം പൂർണ്ണമായി എന്ന് അറിയിക്കാനുള്ളതാണ്. ഇവിടെ ഈ ആയത്ത് അവതരിക്കുക എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊടുക്കുന്നത് അറഫയിൽ വെച്ചുകൊണ്ട്. അപ്പൊ ഈ അറഫ എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം. ഒരു പക്ഷേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക് ഹജ്ജില്ല. അയാൾ വേറെ എല്ലാ കർമ്മങ്ങളും ചെയ്തി, പക്ഷേ അറഫയിൽ അയാൾക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല, എങ്കിൽ അയാൾക്ക് ഹജ്ജ് കിട്ടിയിട്ടില്ല. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറഫ എന്ന് പറയുന്ന പ്രദേശത്ത് നിൽക്കുക എന്നത്. എന്നാൽ ആ ഒരു അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ദുൽഹിജ്ജ 9 ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പ് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത വിശദീകരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് നോമ്പെടുക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, സിയാമു യൗമ അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അറഫ ദിനം നോമ്പെടുക്കുക അഥവാ ദുൽഹിജ്ജ 9 നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ 2 വർഷം അതിന്റെ പ്രതിഫലം കിട്ടും. 2 വർഷത്തെ പ്രതിഫലം കിട്ടും. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കപ്പെടും. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്നുകിൽ അയാൾക്ക് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു കൊടുക്കും, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരു തൗഫീഖ്. അതല്ലെങ്കിലോ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് പുറത്തു കൊടുക്കാൻ അയാൾക്ക് തൗബ ചെയ്യാനുള്ള ഒരു അവസരം വന്നു. രണ്ടാലൊരു കാര്യം, അത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ വരുന്ന ഞായറാഴ്ച. ആ വാചകം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ ചർച്ചയാണ്, എന്നാണ് അറഫ നോമ്പെടുക്കേണ്ടത്. ശനിയാഴ്ചയാണെന്ന് വിചാരിക്കുന്ന ആളുകൾ. അതിന്റെ കാരണം അറഫയിൽ ആളുകൾ സമ്മേളിക്കുന്നത് ശനിയാഴ്ചയാണ്. അതുകൊണ്ട് നമ്മളും നോമ്പെടുക്കേണ്ടത് ശനിയാഴ്ചയാണ്. സത്യത്തിൽ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദുൽഹിജ്ജ 9 എന്നുള്ള പ്രയോഗമാണെന്ന്. ദുൽഹിജ്ജ 9. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ സൂമു ലിറുയതി, നിങ്ങളെ ഹിലാലിനെ കണ്ടാൽ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പെടുക്കേണ്ടത്, ഫോൺ വിളിച്ച അടിസ്ഥാനത്തിലല്ല. ഈ കാലഘട്ടത്തിലാണ് നമുക്ക് ഫോണും അതേപോലെ തന്നെ ഇന്റർനെറ്റും ഒക്കെ സൗകര്യങ്ങളുള്ളത്. പണ്ട് കാലത്ത് ഈ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 വരുന്നത് അന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചില ആളുകൾ ചിന്തിക്കും, ഈ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു ഐക്യദാർഢ്യമാണല്ലോ ശരിക്ക് നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളത്. അന്നേ ദിവസം നമ്മൾ നോമ്പെടുത്തിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലല്ലേ? പ്രിയപ്പെട്ടവരെ, അറഫയിൽ നിൽക്കുന്ന ആള് നോമ്പന്നെ എടുക്കണില്ല, അവർക്ക് നോമ്പെടുക്കാനേ പാടില്ല. ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണല്ലേ. അവർക്ക് നോമ്പില്ല, നമുക്കാണ് നോമ്പുള്ളത്. അറഫയിൽ സമ്മേളിക്കാത്ത ആളുകൾക്കാണ് നോമ്പുണ്ടാവുക. ഇനി അതല്ല, അതും നമ്മൾ ഐക്യദാർഢ്യം എന്ന പ്രയോഗമാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ നോമ്പെടുക്കാൻ തുടങ്ങി 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് തുടങ്ങുന്നത്. അവർക്ക് ആ ദിവസം തന്നെ തുടങ്ങണം അപ്പോഴാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ തുടങ്ങി എന്ന് പറയേണ്ടി വരും. ഞാൻ ഈ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അമേരിക്കയിൽ പല ആളുകളും ഉറക്കത്തിലായിരിക്കും. അവരുറക്കത്തിലാണ്. അവരെങ്ങനെയാ നോമ്പെടുക്കുക? അറഫയിൽ ആളുകൾ നിൽക്കുന്ന സമയത്താണ് നോമ്പെടുക്കേണ്ടതെങ്കിൽ അവർ രാത്രിയാണോ നോമ്പെടുക്കേണ്ടത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രായോഗിക മതം. പ്രായോഗികമായി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാട്ടിൽ എപ്പോഴാണോ ദുൽഹിജ്ജ 9 വരുന്നത് അന്നാണ് അവർ നോമ്പെടുക്കുന്നത്. ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 10 പെരുന്നാൾ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കേണ്ടതല്ല. 700-ലധികം ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പുറത്തു കിട്ടാനുള്ളത്, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും. അതുകൊണ്ട് ആ ഒരു പുണ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ.
നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ പരിചയത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെയുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുന്നു. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ഏറ്റവും ഖൈറായ ഒരു ജീവിതം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.